ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മളുള്ളത് ഇവിടെ വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൽ തന്നെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വേറൊരു സംസ്ഥാനത്തിൻ്റെ സ്ഥലമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഈ പറയുന്ന ബീനാച്ചി എസ്റ്റേറ്റ്. ബീനാച്ചി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയോട് ചേർന്നാണ്. ഏകദേശം 550 ഏക്കറാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ 250 ഏക്കർ കാപ്പിത്തോട്ടവും ബാക്കി വനസമാനമായുള്ള ഏരിയയുമാണ് ഉള്ളത്. ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1877 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നത്. ബ്രിട്ടീഷുകാരായ എഡ്വേർഡ് അക്വിൻസും സാമുവൽ ക്രസറും കൂടി നോർത്ത് ഇന്ത്യൻസായ മുഹമ്മദ് ഖാൻ, ബഹദൂർ ഹാജി, അബു മുഹമ്മദ് എന്നിവർക്ക് ഈ എസ്റ്റേറ്റ് വിറ്റതായും തുടർ ചുമതല കൈമാറിയതായും കാണപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ 3 പേരും കൂടി കമ്പനി പണയപ്പെടുത്തുകയും പ്രൊവിഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് ഭീമമായൊരു തുക വായ്പയെടുക്കുകയും ചെയ്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ കമ്പനി അത് ജപ്തി ചെയ്യുകയും ചെയ്തു. പ്രൊവിഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓൺ ചെയ്തത് ഗ്വാളിയർ രാജവംശമായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യമായതോടുകൂടി മധ്യപ്രദേശ് സർക്കാരിൻ്റെ അണ്ടറിലേക്ക് ബീനാച്ചി എസ്റ്റേറ്റ് മാറുകയും ചെയ്തു. ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ നമുക്കില്ല. വന്യമൃഗശല്യം കൂടിയതുകൊണ്ടാകാം അവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ബീനാച്ചി എസ്റ്റേറ്റ് വയനാട്ടിലെ പലതരം പ്രൊജക്റ്റുകൾക്കൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. അതിലൊന്ന് സഫാരി പാർക്കായിരുന്നു, വന്യജീവികളുടെ പുനരധിവാസം. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വന്യജീവികളെ കൊണ്ടിടാനുള്ളൊരു സ്ഥലം. വയനാട് മെഡിക്കൽ കോളേജായിരുന്നു മറ്റൊരു പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റുകളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് സർക്കാർ ആദ്യം കേരള സർക്കാരിന് ഈ ഭൂമി ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബീനാച്ചി എസ്റ്റേറ്റ് പാട്ടത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മോൺസൺ മാവുങ്കൽ വരെ പൈസ മേടിച്ച ചരിത്രമുണ്ട്. അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ബീനാച്ചി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ രവിയേട്ടൻ്റെ കടയുള്ളത്. പോർക്ക് വിഭവങ്ങൾ കൊണ്ട് മാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. ഈ ഒരു പ്രദേശത്തൂടെ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഉച്ചയ്ക്കാണ് പോകുന്നതെങ്കിൽ ചോറും പോർക്ക് ഫ്രൈയോ ചില്ലിയോ അല്ലെങ്കിൽ BBQ ഏത് വേണേലും അടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതിലൂടെ വന്നപ്പോൾ BBQ ആയിരുന്നു അടിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു, ഫ്രൈയും ചില്ലിയും ആക്കി. ഏതെടുത്ത് കഴിഞ്ഞാലും ആ കുഞ്ഞി പ്ലേറ്റിൽ ഭയങ്കര ക്വാണ്ടിറ്റിയാണ് തരുന്നത്. ഫ്രൈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്ര പോരെങ്കിലും ചില്ലി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈക്ക് 150ഉം ചില്ലിക്ക് 170ഉമാണ് റേറ്റ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം റീസണബിൾ എമൗണ്ടാണ്. അപ്പോൾ ബത്തേരി സൈഡിലൂടെ ആരെയും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീനാച്ചി എസ്റ്റേറ്റും അതേപോലെ തന്നെ രവിയേട്ടൻ്റെ കടയും കാണാൻ മറക്കരുതേ.